ായ കപ്പയുടെ വിളവെടുപ്പ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ 2 കപ്പ. ഓ ഇല്ല, ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഞാൻ പറയും നമ്മൾ ആദ്യത്തെ തൊഴിലാളിയെ വിളിക്കുന്നു. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടേ, അതുകൊണ്ട് എന്നെ കാണിക്കണ്ട. ഒരു വെക്കലാവോ? അപ്പോൾ നമ്മുടെ കപ്പയുടെ വിളവെടുപ്പ് കഴിഞ്ഞു. ഇതാണ് ആക്ഷൻ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലത്തെ ഗാർഡൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്കൊരു കപ്പ തന്നിരുന്നു. അത് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഞങ്ങൾ നടത്താൻ പോവാണ്. സോ നമുക്കത് കാണാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗാർഡൻ കാണാം, അതിനുശേഷം കപ്പയിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ചക്ക. ഈ ചക്ക 2.5 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ചക്കയാണ്. നല്ല മധുരമുള്ള ചക്കയാണ്. അടുത്തതായി നമ്മളെ മുല്ല. ഇത് 2 ടൈപ്പ് മുല്ലയുണ്ട്. ഹായ്, നല്ല മണമുള്ള മുല്ലയുണ്ട്, മണം കുറഞ്ഞ മുല്ലയുണ്ട്. പിന്നെ അടുത്തതായി നമ്മുടെ മാങ്ങാമരം. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്നെങ്ങാനും കൊണ്ടുവന്നിട്ടൊരു മാങ്ങ അണ്ടി കുഴിച്ചിട്ടപ്പം ഉണ്ടായതാണ്. ഇത് നാടൻ മാങ്ങയാണ്. സോ കുറേ കൊല്ലങ്ങൾ എടുക്കും തോന്നുന്നു. ഇത് നമ്മുടെ വാഴ. ഇത് സാധാരണ പഴുക്കുന്ന ടൈപ്പല്ല, കറിക്കായാണ്. അപ്പം നല്ല അടിപൊളി ഉപ്പേരി ആക്കാം അതിനെ കൊണ്ട്. പിന്നെ വേറെ മുളേശ്യം അങ്ങനത്തെ എന്തെങ്കിലും കറികളാക്കാം. പിന്നെ ദിസ് ഈസ് ഒരു കപ്പ. 2 തൈകളുണ്ട്. പിന്നെ ഇത് ചാമ്പങ്ങ. പിന്നെ അടുത്തതായി ഇതാണ് മൾബറി. ഒരു പ്രാവശ്യം ഇതിൽ കായ്ച്ചിരുന്നു, ഞങ്ങളത് കഴിക്കുകയും ചെയ്തു. നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞങ്ങളുടെ വേറെ മാങ്ങ. അതായത് ഇത് ഇപ്പം തന്നെ ഇതിന് ചെറിയ ചെറിയ പൂക്കൾ വന്നു, പക്ഷെ കരിഞ്ഞു പോയി. ചെറിയ ചെറിയ മാങ്ങ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നന്നാവും എന്നറിയില്ല, കരിഞ്ഞു പോകുന്നുണ്ട്. ഒരു പൂ വരുന്നുണ്ട്, കരിഞ്ഞു പോകുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് നമുക്ക് ഇതാണ് തെങ്ങ്. വളരെ വ്യത്യസ്തമായ ഒരു തെങ്ങാണ്. കാരണം ചെറിയ ഡ്രമ്മിലാണ് നട്ടത്. ഇതിന് മാറ്റി നമുക്ക് എവിടെയും നടേണ്ടി വരും. ഇത് സാധാരണ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ നട്ടതാണിത്. പിന്നെ ഇത് ഈ പൂവിന് നമ്മൾ മുല്ലപ്പൂവിനെ പോലത്തെ വേറൊരു ടൈപ്പ് പൂ ഉണ്ടല്ലോ, കനകാമ്പരം എന്ന് പറയും. ഒരു ലൈറ്റ് ഓറഞ്ച് കളറില്ലേ. പിന്നെ അടുത്തതായി ഇതാണ് കാലാജാമുൻ. നമ്മുടെ മലയാളത്തിലെ എന്തോ ഒന്ന് പറയും. അടുത്തതായി നമുക്ക് നമ്മുടെ റോസ് കാണാം. ഇത് രക്തചന്ദനാണ്. അതായത് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് വലിയ മരമാവും, പക്ഷെ ഇതൊക്കെ ഇവിടുന്ന് മാറ്റി താണ്ടി വരും ചിലപ്പം. ഇതൊക്കെ റോസായിരുന്നു, ഇപ്പൊ പൂവൊന്നുമില്ല. ഇത് റെഡ്, ഇത് യെല്ലോ. അപ്പം അപ്പുറത്ത് ഓറഞ്ച് റോസ് ഉണ്ട്. പിന്നെ അത് ഓറഞ്ചാണ്. പിന്നെ എവിടെയൊക്കെ തെച്ചിപ്പൂക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കരിഞ്ഞു ഉണങ്ങിപ്പോയി. പിന്നെ അപ്പുറത്തും ഉണ്ട് തുളസി, കറ്റാർവാഴ, റോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയൊരു ഗാർഡൻ. നെക്സ്റ്റ് നമുക്ക് കപ്പയുടെ വിളവെടുക്കാം. കറിവേപ്പിലയും കൂടി ഉണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കറിവേപ്പില വാങ്ങിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പമരം. 2 കപ്പമരം ഉണ്ട് നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഇലകളൊക്കെ കട്ട് ചെയ്യാം. കാരണം എന്നെക്കൊണ്ട് അതേ ആവുള്ളൂ. അത്ര വലിപ്പം ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഡ്രമ്മിലല്ലേ നട്ടത്, മണ്ണിൽ നടന്ന സാധനമല്ലേ. ഇനി ബാക്കി ഇതെടുക്കാൻ നമ്മൾക്ക് നമ്മുടെ വർക്കേഴ്സിനെ വിളിക്കാം. സോ വാ വാ വാ. നേരത്തെ വിളവെടുപ്പ് നടത്തണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അന്നേരം കപ്പയുടെ സൈസ് വളരെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു 2-3 മാസം കൂടെ കഴിയട്ടെ എന്ന്. അപ്പോൾ ഒറ്റ കപ്പേ നമുക്ക് കിട്ടിയുള്ളൂ. എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. ഡ്രമ്മിൽ നട്ടുകൊണ്ടാന്ന് തോന്നുന്നു. ഒരു ചെറിയ കുഞ്ഞു കപ്പയും കൂടെ ഉണ്ട്.
സുഷായ കപ്പയുടെ വിളവെടുപ്പ് നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയ 2 കപ്പ. ഓ ഇല്ല, ഇതിന്റെ അടിയിലുണ്ടായിരുന്നു. ആ നോക്കാം, തപ്പി നോക്കാം ഇനി കിട്ടുമെന്ന്. വേറെ ഒന്നും തപ്പിയിട്ട് കിട്ടിയില്ല, വേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടേ, അതുകൊണ്ട് എന്നെ കാണിക്കണ്ട. അപ്പൊ അടുത്ത കപ്പയിലോട്ട് നമുക്ക് പോവാം. ഇത് കുറച്ചും കൂടെ തൈ കുറച്ചും കൂടെ വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം നേരത്തെ പോലെയല്ല, കുറച്ചും കൂടെ കപ്പ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നേരത്തെ തൈ കുറച്ചും കൂടെ ചെറുതായിരുന്നില്ലേ, ഇത് കുറച്ചും കൂടെ വലിപ്പമുണ്ട്, കുറച്ച് നീളം കൂടുതലുണ്ട് ഇതിന്. സോ നമുക്ക് നോക്കാം. ഞങ്ങൾ നേരത്തെ ഇത് വെറുതെ ഇളക്കി നോക്കിയതാണ് 2-3 മാസം മുന്നേ. അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു 8 കപ്പ ഉണ്ടാവും തോന്നുന്നു, 8-10 കപ്പ ഉണ്ടാവും തോന്നുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, കപ്പയിലൊരു ഫംഗൽ ഗ്രോത്ത് ആണോ എന്നറിയില്ല, ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, ചിലപ്പം ഒരു വർഷത്തിൽ കൂടുതലായതുകൊണ്ടാണോ, മൂത്ത കപ്പ ആയതുകൊണ്ടാണോ, അല്ല വെള്ളത്തിൻ്റെ കുറവോ കൂടുതൽ കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചു നോക്കാം ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം അത്യാവശ്യം കപ്പ വെക്കാനുള്ളത് നമുക്ക് കിട്ടി. ഇനി ഇതിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കപ്പ. അപ്പോൾ ഓക്കെ, അത് റെഡിയായി. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ കപ്പ. അപ്പോൾ ഒന്നിൽ കുറച്ചേ ഉള്ളൂ, 2 കഷ്ണങ്ങളേ ഉള്ളൂ. ഒന്നിലൊരു 8-9 കഷ്ണങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കപ്പയുടെ വിളവെടുപ്പ് നടന്നു ഇപ്പം. അപ്പോൾ ഡിന്നറിനുള്ള വകയായി. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞു കപ്പയുണ്ട്, ഒരു വലിയ കപ്പയുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 8 ഉണ്ടാവും. സോ അപ്പം നമുക്ക് രാത്രി കപ്പയും, മീനില്ല, മീൻ പോയി വാങ്ങിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇനിയിപ്പോൾ അമ്മേനെ ശല്യപ്പെടുത്താം. സോ അമ്മേ